ഹലോ, വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് മിലി. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബുക്കാരി റൈസ് റെസിപ്പിയാണ്. ബുക്കാരി ബിരിയാണി ഒരു അറബിക് ബിരിയാണിയാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ബുക്കാരി ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ളൊരു മസാല വേണം. അപ്പോൾ അതിന് ചെറിയൊരു പീസ് ജാതിക്ക എടുത്തിട്ടുണ്ട്, ജാതിപത്രി, സ്റ്റാർ, ഏലക്ക, പട്ട, ഗ്രാമ്പു, നല്ല മുഴുവനായിട്ടുള്ള ഫ്രഷ് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടുള്ള കുരുമുളക്. അതിലോട്ട് ഒരു 1/2 സ്പൂൺ നല്ല ജീരകവും ഒരു 1.5 സ്പൂണോളം നമുക്ക് പെരുംജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓയിലൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ്സോളം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ മിക്സീൻ്റെ ചെറിയ ബൗളിട്ടിട്ട് നമുക്ക് പൊടിയായിട്ട് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ ഗീ ഒഴിച്ചിട്ടുണ്ട് പാനിലോട്ട്. ഗീയോ ബട്ടറോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഗീയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നെയ്യ്. അതിലോട്ട് 2 ബേ ലീഫ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരം വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അത് ബ്രൗൺ ആവണ വരെ വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പൊടിഞ്ഞു വരില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ബുക്കാരി മസാല. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവാളയും ബ്രൗൺ കളറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ ആയതിനു ശേഷം വേണം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലോട്ട് 2 മീഡിയം സൈസ് ടൊമാറ്റോയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി, പഴുത്ത നല്ല പുളിയുള്ള തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് 4-5 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും 3 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് ഹാഫ് കുക്കായി വരുന്നതോട് കൂടിയിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് 2 സ്പൂൺ നിറച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ കൊണ്ട് 2 സ്പൂണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. അത് ഫുള്ള് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒരു 7 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നേരം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ 1 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ അങ്ങ് സോഫ്റ്റ്നെസ് പോവും ചിക്കൻ്റെ. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ കുറച്ചും കൂടി കുക്കാവാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ പീസസ് മാത്രം നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ 1 കപ്പ് വെള്ളം ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 കപ്പാണ് റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം വേണ്ടത്. അപ്പോൾ അതിൽ 1 കപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 3 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 4 കപ്പിൽ 1 കപ്പ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ 3 കപ്പും കൂടി. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈഡ് ലെമൺ ആണ്. ഇങ്ങനത്തെ അറബിക് ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഡ്രൈഡ് ലെമൺ ആണിത്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് 1 വാഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റൈസിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ക്യാരറ്റിൻ്റെ ഹാഫാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്തെടുത്ത ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ബുക്കാരി റൈസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി വലിയൊരു റൈസ് കിട്ടും. അപ്പോൾ അത് കിട്ടുന്നവർ അത് യൂസ് ചെയ്യാം. അപ്പോൾ കവർ ചെയ്ത് വെച്ച് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വെള്ളം കുറച്ചും കൂടിയും വറ്റി വരാനുണ്ട്. റൈസ് ഹാഫായിട്ട് കുക്കായിട്ടുള്ളൂ. ഒന്നുകൂടി കവർ ചെയ്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു 1/2 ലെമൺ ജ്യൂസ് ഒരു ബൗളിലോട്ട് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ 1/2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ്റെ ടോപ്പിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ വേണം നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു ബ്രഷ് എടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത്
ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. ഒരു സൈഡ് ഒന്ന് റെഡ് കളർ ആവുന്നതോട് കൂടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഫുള്ള് വറ്റി റൈസ് 100%ഓളം കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വെള്ളം കറക്റ്റായിരുന്നു. അത് കറക്റ്റായിട്ട് കുക്കാവുമ്പോൾ ഇതുപോലെ റൈസുകൾ നന്നായിട്ട് വിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് റേസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെയ്യിൽ റേസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ റേസിൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, കുറച്ച് ലോങ് ആയി കട്ട് ചെയ്ത ബാക്കി ക്യാരറ്റ് പീസുകളും അതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ടോപ്പിൽ വേണം നമ്മൾ ചിക്കൻ വയ്ക്കാൻ. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടിയും ടോപ്പിലൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബുക്കാരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ ബൈ. താങ്ക് യു.